ഉസ്താദുമാരുണ്ടായിരുന്നു എന്ന്. അത് 24-ാമത്തെ വചനത്തിൽ കാണാം. 71-ാം അധ്യായം 24 കാണാം. ഉസ്താദുമാർ പറയാണ്, നബി പറയണേ വഹാബിസം നിങ്ങൾ സ്വീകരിക്കണ്ട, നിങ്ങൾ സമസ്തയിൽ ഉറച്ചു നിന്നോളി, സമസ്തയിൽ ഉറച്ചു നിന്നോളി. നിങ്ങൾ നൂഹ് എന്ന വഹാബി പറയുന്നത് കേൾക്കണ്ട. ചോദിച്ചോ ഖുർആനിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാം അവരോട് ചോദിക്കണ്ടേ, നിങ്ങൾ അല്ലാഹുവോട് പൊറുക്കലിനെ തേടിക്കോളി, അല്ലാഹ് നിങ്ങൾക്ക് പൊറുച്ചു തരും. തീർന്നില്ല, യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറ, സമൃദ്ധമായ മഴ ഇസ്തിഗ്ഫാർ നടത്തിയാൽ നിങ്ങൾക്ക് അല്ലാഹ് മഴ ചൊരിഞ്ഞു തരും. മഴയില്ലാത്തപ്പോ ഇസ്തിഗ്ഫാർ അധികരിപ്പിച്ചാൽ മതി. അടുത്ത വാചകം എന്താണ്? വയുംദിദുകും ബിഅംവാലിൻ വബനീന വയജഅൽ ലക്കും ജന്നാതിൻ വയജഅൽ ലക്കും അൻഹാറ. അല്ലാഹുവിനോട് നിങ്ങൾ പൊറുക്കലിനെ തേടിയാൽ അരുവികൾ ഒഴുക്കി തരും. അരുവികൾ ഒഴുക്കുന്ന മഴ ചൊരിയുന്ന ആകാശത്തിന്റെ ഖുത്ബായ മൊയ്തീൻ ശൈഖേ എന്നാണ് ഖുത്ബിയത്തിലുള്ളത്. നബി പറയുന്നതോ അല്ലാഹ് മഴ തരും, അല്ലാഹ് അരുവി ഒഴുക്കും, അല്ലാഹ് സന്താനത്തെ തരും, അല്ലാഹ് പുറത്തു തരും, ഒക്കെ അല്ലാഹ് അല്ലാഹ് അല്ലാഹ്. അതെന്താ ചോദ്യം ഞങ്ങൾ ചോദിക്കുന്നത്? എന്തൊരു വഹാബിസാണ് ഈ നബി പറയുന്നത്? സമസ്തയോട് എന്താ നബിക്ക് ഇത്ര വെറുപ്പ്? ആ വെറുപ്പ് സമസ്ത എന്ന് പറയുന്ന പ്രസ്ഥാനം ഞാൻ നേരത്തെ പറഞ്ഞ നരകത്തിലേക്ക് ക്ഷണിക്കുന്ന കൂട്ടായ്മയാണ്. ഇത് ഇങ്ങനെ പറയാൻ പലരും ധൈര്യം കാണിക്കാത്തതിന്റെ ഒരു പ്രശ്നം കേരള മുസ്ലിം സമുദായത്തിലെ സംഘടനകൾക്കുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ദീർഘിച്ച ഭാഗം പറയുന്നില്ല, സത്യസന്ധമായി ഞാൻ ഉറങ്ങാത്ത ദിവസങ്ങളാണ്. ഓർത്തോർത്ത് ഇങ്ങനെ കിടക്കും. ആയിരക്കണക്കിന് ആളുകളുടെ ഫോൺ കോള് അറ്റൻഡ് ചെയ്യുന്ന ഒരു മനുഷ്യനാണ് ഞാൻ. എന്നെ വിളിക്കാത്ത തെറികളില്ല. എന്തിന്റെ പേരിൽ? രണ്ട് ചുണ്ടുകൾക്കിടയിൽ നാവ് തന്ന ഈ നാവ് കൊണ്ട് റബ്ബിലേക്ക് ക്ഷണിച്ചതിന്റെ പേരിൽ, ഈ അർദ്ധവൃത്താകൃതിയിൽ നിൽക്കുന്ന ചന്ദ്രന്റെ നാഥനിലേക്ക് വിളിച്ചതിന്റെ പേരിൽ യുലിജുൽ ലൈല ഫിന്നഹാർ വയുലിജുൻ നഹാര ഫിൽ ലൈൽ വശഖറ അശംസ വൽ ഖമറ കുല്ലും യജ്രി ലിഅജലിൻ മുസമ്മാ ദാലികും അല്ലാഹു റബ്ബുക്കും വല്ലദീന തദ്ഊന മിൻ ദൂനില്ലാഹ് മാ യംലികൂ ഒരീത്തപ്പനക്കുരുവിന്റെ പട പോലും അധീനപ്പെടുത്താത്ത മഹാന്മാരിലേക്ക് ജനങ്ങളെ ക്ഷണിച്ചു കൊണ്ടുപോകുമ്പോ റബ്ബിലേക്ക് ക്ഷണിച്ചതിന്റെ പേരിൽ എന്റെ ഉമ്മാനെ ചേർത്ത് എന്റെ ഉപ്പാനെ ചേർത്ത് കായും പുകും പറയുന്ന കേരളത്തിലെ മുസ്ലിം ജനതയോട് എനിക്കൊരു വിരോധവുമില്ല, എനിക്ക് അവരോട് ഒരു വെറുപ്പുമില്ല. മറിച്ച് ഈ വസ്തുത നമ്മൾ അംഗീകരിച്ചേ പറ്റി.